ഭഗവത്ഗീതയിലെ അത്യുജ്വലമായ ഒരധ്യായമാണ് 11-ാമത്തേത്. നാസയിലെ ശാസ്ത്രജ്ഞന്മാര് ഇപ്പോൾ വിവരിക്കുന്ന ദ സെൽഫ് അവയർ യൂണിവേഴ്സ്, ദ കോൺഷ്യസ്നെസ് ഓഫ് ദ യൂണിവേഴ്സ് എന്നെല്ലാം പറയുന്ന അത്യന്താധുനിക ഊർജതന്ത്രശാസ്ത്രത്തിന്റെ അവസാനത്തെ വാക്കാണ് പ്രത്യക്ഷ രൂപത്തിൽ വിശ്വരൂപ ദർശനയോഗം എന്ന ഈ അധ്യായത്തിലൂടെ ശ്രീകൃഷ്ണൻ വിവരിക്കുന്നത്. റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ 2 പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ ശാസ്ത്രജ്ഞൻ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നത് ഈ ഭഗവത്ഗീതയിലെ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അതേ വരികളാണ്. യഥാർത്ഥത്തില് ആൽബർട്ട് ഐൻസ്റ്റീന്റെ അവസാന കാലത്തിലുള്ള 10 വർഷത്തോളം ഭഗവത്ഗീത അദ്ദേഹം കയ്യിൽ കൊണ്ടു നടന്നത്. പ്രൊഫസർ ചാർഡിന്റെ അഭിപ്രായത്തില് പ്രപഞ്ചത്തെക്കുറിച്ച് അറിയുവാൻ വിശ്വരൂപ സദൃശമായിട്ടുള്ള മറ്റൊരു വിവരണമില്ല എന്നുള്ളത് തന്നെ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ഭാരതീയ ചിന്താധാരകളിലെ ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുന്നവരും അല്ലെങ്കിൽ ഏത് ഗ്രന്ഥങ്ങൾ പഠിക്കുവാനും സമയം കാണാത്തവരും പഠിക്കേണ്ട ഒരു ഗ്രന്ഥമുണ്ട്. അത് ഭഗവത്ഗീതയാണ്. അത് പഠിക്കാതെ പോകരുത്. ഭഗവത്ഗീതയ്ക്കപ്പുറത്ത് സമയമുണ്ടെങ്കിൽ പഠിച്ചാൽ മതി. സമയമില്ലാത്തവരും സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ളവരും ജീവിതത്തിൽ ഭഗവത്ഗീത പഠിച്ചില്ല എങ്കിൽ അതൊരു വലിയ നഷ്ടമാണ്. പ്രത്യേകിച്ചും 11-ാമത്തെ അധ്യായം. ഈ 11-ാമത്തെ അധ്യായം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യൂണിവേഴ്സിനെ കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ചിന്താധാര മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കുക. ഇതിൽ എത്രത്തോളം ശാസ്ത്ര സത്യമുണ്ട് എന്ന് ആ സമയത്ത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. ആ ഭഗവത്ഗീതയുടെ ഉജ്ജ്വല ചൈതന്യങ്ങൾ ഉപനിഷത്തിൽ നിന്നെടുത്തതാണ്, വേദങ്ങളിൽ നിന്നെടുത്തതാണ്, വേദാംഗങ്ങളിൽ നിന്നെടുത്തതാണ്, മനുഷ്യന്റെ നന്മയെ ലക്ഷ്യമാക്കിയുള്ള ദർശനങ്ങളിൽ നിന്നെടുത്തതാണ്, ഉപവേദങ്ങളിൽ നിന്നെടുത്തതാണ്. ഭാരതീയ ചിന്താധാരയുടെ സമഗ്രമായ അമൃതമഥനത്തിലൂടെ എടുത്തിരിക്കുന്ന ഭഗവത്ഗീത പഠിക്കുമ്പോഴാണ് ഭാരതീയ ചിന്താധാരയുടെ തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് ഫീൽഡിന്റെ നോളജിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുക. ഇനി വിവരിക്കാൻ പോകുന്നത് വിശ്വരൂപ ദർശനം എന്ന 11-ാമത്തെ അധ്യായമാണ്. അർജുനൻ ശ്രീകൃഷ്ണന്റെ വിവരണങ്ങൾ മുഴുവനും കേട്ടതിനു ശേഷം ശ്രീകൃഷ്ണനോടായിട്ട് അപേക്ഷിക്കുകയാണ്. മദനുഗ്രഹായ പരമം ഗുഹ്യം അധ്യാത്മസംജ്ഞിതം യത്വയോക്തം വചസ്തേന മോഹോയം വിഗതോ മമ. ഹേ കൃഷ്ണ, മദനുഗ്രഹായ, എന്നെ അനുഗ്രഹിക്കുവാൻ എന്നവണ്ണം, പരമം ഗുഹ്യം, ഏറ്റവും ഇൻഡെപ്ത് ആയിട്ടുള്ള, അധ്യാത്മസംജ്ഞിതം, ആത്മീയമായ ചൈതന്യം തുളുമ്പുന്ന ശാസ്ത്രീയമായ വിവരണം, യത് ത്വയാ ഉക്തം, നീ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞത്, വചസ്തേന, വാക്കുകളാൽ വിവരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അയം മോഹ വിഗതോ മമ, ഇത്ര സമയം വരെ എനിക്കുണ്ടായിരുന്ന കൺഫ്യൂഷൻ പൂർണ്ണമായിട്ടും വിഗത, മുഴുവനും എന്നിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് കൺഫ്യൂഷൻ തീരെയില്ല. വ്യക്തമായിട്ട് എന്റെ ധർമ്മത്തെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ വിവരണം, അതിന് പരിപൂർണമായ സപ്പോർട്ട്, എൻകറേജ്മെന്റ്, അപ്രീസിയേഷൻ ആസ് വെൽ ആസ് ഗൈഡൻസ് അത് തന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ പ്രവർത്തനോന്മുഖമാകാൻ തയ്യാറാണ്. മാത്രമല്ല, ഭവാപ്യയൗ ഹി ഭൂതാനാം ശ്രുതൗ വിസ്തരശോ മയാ, വിസ്തരശോ മയാ ശ്രുതൗ, നീ ഇത്രയും പറഞ്ഞ കാര്യങ്ങള് വളരെ വിസ്തരിച്ച് പറഞ്ഞത് ഞാനിപ്പോ കേട്ടു കഴിഞ്ഞു. ഏതായിരുന്നു അത്? ഭവ അപ്യയൗ ഹി ഭൂതാനാം, ജീവജാലങ്ങളുടെ ഉത്ഭവവും നാശവും ഉൾപ്പെടെയുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ കുറിച്ച് വിവരിച്ചത് ഞാൻ കേട്ടുകഴിഞ്ഞു. ത്വത്ത കമലപത്രാക്ഷ മഹാത്മ്യമപി ചാവ്യയം, അവ്യയം മഹാത്മ്യമപി, ഒരിക്കലും വിവരിക്കാൻ സാധിക്കാത്ത അത്രയും ഉജ്ജ്വലമായ നിന്റെ മഹാത്മ്യവും, ഹേ കമലപത്രാക്ഷ, ഹേ കൃഷ്ണ, അതും ഞാൻ കേട്ടുകഴിഞ്ഞു. വളരെ വ്യക്തമായ ഒരു അറിവ് എനിക്ക് ഈ സമയത്ത് കിട്ടിക്കഴിഞ്ഞു. ഏവം ഏതദ്യഥാർത്ഥ ത്വം ആത്മാനം പരമേശ്വര, നീ പറഞ്ഞത് വളരെ ശരിയാണെന്ന് നിന്നിൽ നിന്ന് തന്നെ എനിക്കറിയുവാൻ സാധിച്ചു. ഹേ പരമേശ്വര, ഇത്രയും അറിവ് എനിക്ക് കിട്ടി. നിന്റെ പ്രപഞ്ച ചൈതന്യത്തിന്റെ വിസ്താരത്തെക്കുറിച്ച്, പ്രപഞ്ച ചൈതന്യത്തിന്റെ താഴ്ചയെക്കുറിച്ച്, പരപ്പിനെക്കുറിച്ച്, അതിന്റെ പ്രഭയെക്കുറിച്ച്,
അതിൻ്റെ ഇംപ്ലിക്കേഷൻസിനെ കുറിച്ച്, അതിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് മുഴുവനും എനിക്ക് കേൾക്കുവാൻ സാധിച്ചു, അറിയുവാൻ സാധിച്ചു. ഇനി ഒരു കാര്യവും കൂടി നീ ചെയ്തു തരണം കേട്ടോ കൃഷ്ണ. ദൃഷ്ടമിച്ഛാമി തേ രൂപം ഐശ്വരം പുരുഷോത്തമ. ഹേ പുരുഷോത്തമ, ദൃഷ്ടും ഇച്ഛാമി, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. തേ രൂപം, ആ പ്രപഞ്ച രൂപത്തെ, ഐശ്വരം, ഐശ്വര്യപൂർണമായ പ്രപഞ്ച രൂപത്തെ ഒന്ന് കാണുവാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. നീ വിവരിച്ച ആ അത്യുജ്വലമായ ചൈതന്യത്തിന് കാരണഭൂതമായ പ്രപഞ്ച ചൈതന്യത്തെ എനിക്ക് ഒന്ന് കാണിച്ചു തന്നാലും. മന്യസേ യദി തച്ഛക്യം മയാ ദൃഷ്ടും ഇതി പ്രഭോ, എനിക്ക് കാണുവാൻ സാധ്യമല്ലെങ്കിൽ വേണ്ട. തത് ശക്യം മയാ ദൃഷ്ടും ഇതി ഹേ പ്രഭു, ഹേ പ്രഭു, എനിക്കത് കാണാൻ സാധിക്കുമെങ്കിൽ, ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്കത് കാണാൻ സാധിക്കുമെങ്കിൽ, മന്യസേ യദി തത് ശക്യം, നിനക്ക് അപ്രകാരം തോന്നുന്നു എങ്കിൽ, അർജുനൻ എന്ന സാധാരണക്കാരനായ എനിക്ക് ആ വിശ്വരൂപം കാണാൻ സാധ്യമാണ് എന്ന് നിനക്ക് തോന്നുന്നു എങ്കിൽ, യോഗേശ്വര തതോ മേ ത്വം ദർശയാത്മാനമവ്യയം, അത്യുജ്വലമായ അതേപോലെ തന്നെ പരന്നു കിടക്കുന്നതായ അവ്യയമായ ആ രൂപത്തെ ഹേ യോഗേശ്വര എനിക്കൊന്ന് കാണിച്ചു തന്നാലും. എല്ലാ കൺഫ്യൂഷനും പോയി കർമ്മനിരതനാകുവാൻ തയ്യാറായിരിക്കുന്ന അർജുനന് താൻ വിവരിച്ചു കൊടുത്ത മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പൂർണ്ണമായും മനസ്സിലായി എന്ന വ്യക്തമായ ബോധം വന്ന ശ്രീകൃഷ്ണൻ 3 സ്ഥലത്ത് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന്, കൗരവസഭയില് ദുര്യോധനന്റെ മുമ്പില് തന്നെ പിടിച്ചു കെട്ടുവാൻ വരുന്ന അവസരത്തില് അൺകോൺകറബിൾ ആണ്, തന്നെ കീഴടക്കുവാൻ സാധ്യമല്ല എന്ന് വിവരിച്ചുകൊണ്ട് വിശ്വരൂപം കാണിക്കുന്നുണ്ട്. രണ്ടാമത്, ഈ കുരുക്ഷേത്ര ഭൂമിയില് അർജുനനോട് ഇത്രയും അധികം ഭഗവത്ഗീതയിലൂടെ വിവരിച്ചതിന് ശേഷം വിശ്വരൂപം കാണിക്കുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞത് യൂണിവേഴ്സൽ ട്രൂത്താണ്, പ്രപഞ്ച നിയമമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. മൂന്നാമതായിട്ട് ശ്രീകൃഷ്ണൻ വിശ്വരൂപം കാണിക്കുന്നത്, ശരശയ്യയിൽ കിടന്ന ഭീഷ്മരുടെ ആഗ്രഹപ്രകാരം അനുഗ്രഹദായകമായ ഒരു ഉജ്ജ്വല തേജസ്സാണ് വിശ്വരൂപം എന്ന് ബോധ്യപ്പെടുത്താൻ. ഇവിടെ ഈ കുരുക്ഷേത്ര ഭൂമിയില് അർജുനന്റെ മുമ്പില് ശ്രീകൃഷ്ണൻ പ്രകൃതി നിയമത്തെക്കുറിച്ച്, പ്രപഞ്ച നിയമത്തെക്കുറിച്ച് വിവരിച്ചതാണെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് മനുഷ്യനായ അർജുനന് വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നത്. പശ്യമേ പാർത്ഥ, ഹേ പാർത്ഥ, എന്നെ കണ്ടാലും രൂപാണി ശതശോധ സഹസ്രശഃ, നൂറുകണക്കിന് അല്ല ആയിരക്കണക്കിന് രൂപങ്ങള് എന്നിൽ എപ്രകാരമാണ് വർത്തിക്കുന്നത് എന്ന് പശ്യമേ, നീ നോക്കിക്കണ്ടാലും. നാനാവിധാനി ദിവ്യാനി നാനാവർണാകൃതീനി ച, വിവിധ രൂപത്തിലുള്ള, വിവിധ തരത്തിലുള്ള, വിവിധ വർണ്ണത്തിലുള്ള ദിവ്യങ്ങളായ പലതും എന്നിൽ എപ്രകാരമാണ് വർത്തിക്കുന്നത് എന്ന് നീ നോക്കിയാലും, നീ നോക്കിക്കണ്ടാലും. പശ്യ ആദിത്യാൻ വസൂൻ രുദ്രാൻ അശ്വിനൗ മരുതസ്തത, ഇതെല്ലാം ആദിത്യന്മാര്, വസുക്കള്, രുദ്രന്മാര്, അശ്വിനി ദേവന്മാര്, മരുത്ത്, ഇവയെ എല്ലാം നീ എന്നിൽ തന്നെ കണ്ടാലും കാണുവാൻ ശ്രമിച്ചാലും. ബഹൂനി അദൃഷ്ടപൂർവാണി പശ്യ ആശ്ചര്യാണി ഭാരത, ഇന്നുവരെ നീ കാണാത്ത, ഇന്നുവരെ നിനക്കെന്നല്ല ലോകത്തിലെ ആർക്കും കാണുവാൻ സാധ്യമല്ലാത്ത ആശ്ചര്യകരമായ അദൃഷ്ടപൂർവാണി, ഇതിനു മുമ്പ് ആർക്കും കാണാൻ സാധ്യമല്ലാത്ത ആ രൂപങ്ങൾ മുഴുവനും എന്റെ വിശ്വരൂപത്തിൽ ഹേ ഭാരത നോക്കിക്കണ്ടാലും. ഇഹ ഏകസ്തം ജഗത്കൃഷ്ണം പശ്യ അദ്യസചരാചരം, ചരിക്കുന്നവയും ചരിക്കാത്തവയുമായ സർവ്വതിനെയും, ജഗത്കൃഷ്ണം സമഗ്രമായ ലോകത്തെയും, ഇഹ ഏകസ്ഥം ഇവിടെ നിന്നുകൊണ്ട് തന്നെ, ഒരൊറ്റ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ, പശ്യ എന്നില് നിനക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങോട്ട് നോക്കിയാലും. മമദേഹേ ഗുഡാകേശ യച്ഛാന്യത് ദൃഷ്ടുമിച്ഛസി, മറ്റേതെല്ലാം കാര്യമാണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത്, യച്ഛ അന്യ ദൃഷ്ടും ഇച്ഛസി, മറ്റേതെല്ലാം കാര്യമാണോ നീ കാണുവാൻ ആഗ്രഹിക്കുന്നത്. ഹേ ഗുഡാകേശ, ഹേ അർജുന, മമദേഹേ പശ്യ, എന്റെ ദേഹത്തിൽ നിനക്കത് കാണുവാൻ സാധിക്കും. ഇങ്ങോട്ട് നോക്കിയാലും. നതുമാം ശക്യസേ ദൃഷ്ടും അനേനൈവ സ്വചക്ഷുഷ ദിവ്യം ദദാമി തേ ചക്ഷുഹു പശ്യമേ യോഗമൈശ്വരം. നതുമാം ശക്യസേ, ഒരു കാരണവശാലും നിനക്ക് ആ
കണ്ണുകൊണ്ട് എന്നെ കാണുവാൻ സാധ്യമല്ല. ന ശക്യസേ മാം ദൃഷ്ടും, എന്നെ കാണുവാൻ നിനക്ക് സാധ്യമല്ല. അനേന ഏവ സ്വചക്ഷുഷ, നിന്റെ ഇപ്പോഴത്തെ 2 കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ സാധ്യമല്ല. പ്രപഞ്ചത്തെ മുഴുവനും കാണുവാൻ അമേരിക്കക്കാര് യൂണിവേഴ്സിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹബിൾ ടെലസ്കോപ്പ് വെച്ചു. ആ ഹബിൾ ടെലസ്കോപ്പിലൂടെ കാണുമ്പോഴാണ് ഗാലക്സികൾ കാണുന്നത്. അതുപോലെ ഒരു ജ്ഞാനദൃഷ്ടി, ഒരു ദിവ്യദൃഷ്ടി ഞാൻ നിനക്ക് തരാം. അതുപയോഗിച്ച് അതിലൂടെ എന്നെ നോക്കിയാൽ ദിവ്യം ദദാമി തേ ചക്ഷുഹു, ദിവ്യമായ ജ്ഞാനനിമഗ്നമായ സയന്റിഫിക് ആയിട്ടുള്ള ഒരു ചക്ഷുസ് നിനക്ക് ഞാൻ തരാം. പശ്യമേ യോഗമൈശ്വരം, ഐശ്വര്യപൂർണമായ ഈ പ്രപഞ്ച രൂപത്തെക്കുറിച്ച് ഹേ അർജുന നീ നോക്കിക്കണ്ടാലും. അർജുനന്റെ അടുത്ത് നിങ്ങൾ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് അർജുനൻ കാണുന്ന ആ ദിവ്യ ദൃഷ്ടിയിലൂടെ നിങ്ങളും കാണുവാൻ ശ്രമിക്കുക. ഈ പ്രപഞ്ചത്തെ കാണാൻ സാധിക്കും. രാത്രി മേഘങ്ങളില്ലാത്ത അവസരത്തില് ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഈ ജ്യോതിരൂപങ്ങൾ മുഴുവനും കാണുന്നില്ലേ? അതെല്ലാം ശ്രീകൃഷ്ണന്റെ വിശ്വരൂപത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അപ്പൊ എങ്ങനെയാ കാണാൻ സാധിക്കുക? സഞ്ജയനാണ് അത് വിവരിക്കുന്നത്. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഹി, ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇത്രയും പറഞ്ഞുകൊണ്ട് മഹായോഗേശ്വരോ ഹരി, മഹായോഗീശ്വരനായ ശ്രീകൃഷ്ണൻ ഹരി ദർശയാമാസ പാർത്ഥായ, പാർത്ഥനായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. പരമം രൂപമൈശ്വരം, ഐശ്വര്യപൂർണമായ വിശ്വരൂപത്തെ അർജുനനായിക്കൊണ്ട് ശ്രീകൃഷ്ണൻ കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ ദൂരെ മാറി നിന്നുകൊണ്ട് ധൃതരാഷ്ട്രരോട് പറയുകയാണ്. ദിവ്യദൃഷ്ടിയിലൂടെ അർജുനൻ കാണുന്ന സർവകാര്യങ്ങളും സഞ്ജയൻ ദൂരെ മാറി നിന്നുകൊണ്ട് കാണുന്നുണ്ട്. അനേക വക്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകോദ്യതായുധം. അനേക വക്രങ്ങൾ, അനവധി ശരീരങ്ങളാണുള്ളത്, അനവധി കണ്ണുകളാണുള്ളത്. അത്യത്ഭുതകരമായൊരു ദർശനമാണത്, അത്ഭുത ദർശനമാണത്. അനേക ദിവ്യാഭരണം, ദിവ്യങ്ങളായ ഗ്ലിറ്ററിങ് ഷൈനിങ് ആയിട്ടുള്ള ദിവ്യങ്ങളായ ആഭരണങ്ങള് ആ ശരീരത്തിൽ ഇതാ അർജുനൻ കാണുന്നു. ദിവ്യാൻ ഏകോദ്യതായുധം, ദിവ്യങ്ങളായ അനവധി ആയുധങ്ങളും ആ വിശ്വരൂപ ചൈതന്യത്തിലുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ആവശ്യമായ പ്രപഞ്ചരൂപമാണ്. ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിലിരുന്നു കൊണ്ട് ഇപ്പോൾ കാണുന്നത് ദിവ്യ മാല്യാംബരധരം, ദിവ്യഗന്ധാനുലേപനം, അനവധി വിധത്തിലുള്ള ആഭരണങ്ങൾ ധരിച്ച് ദിവ്യമായ ആകാശത്തെ തന്നെ വസ്ത്രമായി ഉപയോഗിച്ചുകൊണ്ട് ദിവ്യഗന്ധമുള്ള വസ്തുക്കൾ ലേപനം ചെയ്തിരിക്കുന്ന സർവ ആശ്ചര്യമയം, എല്ലാ പ്രകാരത്തിലും അത്ഭുതകരമായ ദേവം അനന്തം വിശ്വതോമുഖം, അനന്തമായ ഇൻഫിനിറ്റിയായ വിശ്വം മുഴുവനും മുഖങ്ങളുള്ള ആ പ്രപഞ്ച രൂപത്തെ ഇതാ അർജുനൻ കാണുന്നു. ധൃതരാഷ്ട്ര മഹാരാജാവേ, ഇതിലപ്പുറം ആശ്ചര്യകരമായിട്ട് ഒന്നും തന്നെയില്ല. അതാണിപ്പോ അർജുനൻ കാണുന്നത്. ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുത്തിഥ, ആയിരക്കണക്കിന് സൂര്യന്മാരുള്ള ബില്യൺസ് ഓഫ് ഗാലക്സി എന്ന ആധുനിക ശാസ്ത്രം പറയുന്ന ആയിരക്കണക്കിന് സൂര്യന്മാരെ കേന്ദ്രീകരിച്ചുള്ള സൗരയൂഥങ്ങളും ഗാലക്സികളും ഭവേദ്യുഗപദുത്തിഥ, പെട്ടെന്ന് ആകാശത്ത് ഉത്ഭവിച്ചതുപോലെ, ഭവേദ്യുഗപദുത്തിഥ, പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഉദയം ചെയ്തതുപോലെ ഇതാ കാണുന്നു. യതിഭാ സദൃശീ സാ സ്യാത്, ഭാഹ ജ്യോതിർഗോളങ്ങൾ മുഴുവനും അതിന്റെ തിളക്കം കൊണ്ട്, ഭാസസ്തസ്യ മഹാത്മന, ആ വിശ്വരൂപത്തിന്റെ പ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അർജുനൻ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യ ചക്ഷുസ്സുകളിലൂടെ. തത്ര ഏകസ്തം ജഗത്കൃത്സ്നം പ്രവിഭക്തമനേകഥ, ജഗത്കൃത്സ്നം സമ്പൂർണമായ പ്രപഞ്ചത്തില് തത്ര ഏകസ്തം ഓരോ സ്ഥലത്തായിട്ട് വർത്തിക്കുന്നതായിട്ട്, പ്രവിഭക്തമനേകത ഓരോ ഗ്രൂപ്പുകളായിട്ട് ഓരോന്നും വർത്തിക്കുന്നതായിട്ട്, അപശ്യത് അദ്ദേഹം കണ്ടു. ഇതാ അർജുനൻ കാണുന്നു. ദേവസ്യ ശരീരേ, ആ പ്രപഞ്ചപുരുഷന്റെ ശരീരത്തില് ഓരോ വസ്തുക്കളും ക്ലാസിഫൈഡ് ആയിട്ട് വെച്ചിരിക്കുന്നത് പോലെ
ആ പാണ്ഡവൻ, അർജുനൻ, അതുപോലെ പാണ്ഡവരെ തന്നെയും ആ ശരീരത്തിൽ അദ്ദേഹം കാണുന്നു. ഇതാ തഥ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ. പാണ്ഡവൻ രോമഹർഷത്തോടുകൂടി, വിസ്മയത്തോടുകൂടി ആ പ്രപഞ്ച രൂപത്തെ കണ്ടുകൊണ്ട് പ്രണമ്യ ശിരസാദേവം, ആ ദേവനെ ശിരസ്സുകൊണ്ട് പ്രണമിച്ച് കൃതാഞ്ജലിരഭാഷത, കൈകൂപ്പിക്കൊണ്ട് ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനൻ ഇപ്രകാരം പറയുന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അർജുന വരികളാണ്: പശ്യാമി ദേവാം തവ ദേവദേഹി സർവാംസ്തദാ ഭൂത വിശേഷസംഘാൻ. സർവചരാചരങ്ങളുടെയും ഭൂതവിശേഷസംഘാൻ, അവയുടെ കൂട്ടങ്ങളെ, സർവാംസ്തദ, മറ്റ് സർവത്തിനെയും, തവ ദേവ ദേഹേ അഹം പശ്യാമി ഹേ ദേവ, അങ്ങയുടെ ഈ ശരീരത്തില് ഞാൻ കാണുന്നു ദേവദേവേശ. അർജുനൻ ഇതാ കാണുന്നു. ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ഋഷിവരി കമലാസനസ്ഥം ബ്രഹ്മാണമീശം, താമരപ്പൂവിലിരിക്കുന്ന ബ്രഹ്മാവിനെ ഞാൻ കാണുന്നു. ഋഷീംശ്ച, എല്ലാ ഋഷിവര്യന്മാരെയും, സർവാൻ ഉരഗാംശ്ച, സർവവിധത്തിലുള്ള ഉരകങ്ങളെയും, ദിവ്യാൻ, എല്ലാവിധത്തിലുള്ള ദിവ്യങ്ങളായ ദ്രവ്യങ്ങളെയും വസ്തുക്കളെയും ചരാചരങ്ങളെയും അങ്ങയുടെ ശരീരത്തിൽ ഞാനിതാ കാണുന്നു. അനേക ബാഹു ഉദര വക്ത്ര നേത്രം പശ്യാമി ത്വാം സർവതോ അനന്തരൂപം. സർവതോ അനന്തരൂപം, എല്ലാ പ്രകാരത്തിലും അനന്തമായിരിക്കുന്ന ആ രൂപത്തില് അനേക ബാഹു, അനേകം കൈകളുണ്ട്, ഉദരങ്ങളുണ്ട്, ശരീരങ്ങളുണ്ട്, കണ്ണുകളുണ്ട്. അത് മുഴുവനും തന്നെ ഞാനിതാ കാണുന്നു. അതിലാകട്ടെ ന അന്തം ന മധ്യം ന പുനസ്തവാദ്യം, തുടക്കമോ മധ്യമോ അവസാനമോ അതും അതിനകത്തില്ല. പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ, ഹേ വിശ്വേശ്വര, അങ്ങയുടെ വിശ്വരൂപത്തിന് തുടക്കവും മധ്യവും അവസാനവും ഒന്നും തന്നെ ഇല്ല. അത് ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കാണുന്നു. കിരീടിനം ഗതിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം. കിരീടമുണ്ട്, ഗദ കയ്യിലുണ്ട്, ചക്രം കയ്യിലുണ്ട്. തേജോരാശിം, പ്രപഞ്ചഗോളത്തെ മുഴുവനും തേജസ് നിറഞ്ഞതാക്കുന്ന ആ തേജസ് അങ്ങയിലുണ്ട്. സർവതോ ദീപ്തമന്തം, എല്ലാത്തിനെയും പ്രകാശമാനമാക്കുന്ന ആ ഉജ്ജ്വല തേജസ് ഇതാ മുമ്പിൽ നിൽക്കുന്നു. പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ, അനല അർക്കാദ്യുതിമപ്രമേയം, കണ്ണുകൊണ്ട് കാണുവാൻ സാധ്യമല്ലാത്ത ആ കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെയുള്ള അങ്ങയുടെ തേജസ് ഞാനിതാ ഇവിടെ നിന്ന് കാണുന്നു. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. നീയാണ് വിശ്വത്തിന്റെ പരമമായ ആധാരം, നിധാനമായിരിക്കുന്നത്. ത്വം അക്ഷരം, നാശമില്ലാത്തതാണ് നീ. പരമം വേദിതവ്യം, പരമമായ അറിവ് ഏതിലാണോ വർത്തിക്കുന്നത് അതും നീ തന്നെയാണ്. ത്വം അവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. എന്റെ അഭിപ്രായത്തില്, ഈ അർജുനന്റെ അഭിപ്രായത്തില്, സനാതനസ്ത്വം, നീ അനാദിയായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അത്യുജ്വല തേജസ്സാണ്. ശാശ്വത ധർമ്മഗോപ്ത, ശാശ്വതമായ പ്രക്രിയകൾക്ക് ആധാരഭൂതമായ അവ്യയം, വിവരണാതീതമായ ആ തേജസ് നീ തന്നെയാണ്. അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹും ശശി സൂര്യനേത്രം. ചന്ദ്രനും സൂര്യനും കണ്ണിന്റെ സ്ഥാനത്തുള്ള അനന്തമായ കൈകളുള്ള, അനന്തമായ ശക്തിയുള്ള, അനന്തവീര്യം, അനന്തമായ ശക്തിയുള്ള, അനാദിമധ്യാന്തം, തുടക്കവും മധ്യവും അവസാനവും എവിടെയാണെന്നറിയാത്ത ആ വിശ്വരൂപമാണ് നീയ്. പശ്യാമി ത്വാം, നിന്നെ ഞാൻ കാണുന്നു. ദീപ്ത ഹുതാശവക്ത്രം, ആ ശരീരം മുഴുവനും അഗ്നി കൊണ്ട് കത്തുന്നത് പോലെയുള്ള ഒരു രൂപത്തെ. സ്വതേജസ വിശ്വമിതം തപന്തം, ഈ ശരീരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഉജ്ജ്വലമായ തേജസ് കൊണ്ട് പ്രപഞ്ചം മുഴുവനും പ്രകാശമാനമാക്കുന്ന ആ തേജസ്,
അഹം പശ്യാമി, ഞാൻ കാണുന്നു. ധ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഹ. സർവാഹ ദിശശ്ച, എല്ലാ ദിശയിലും എല്ലാ സ്ഥലത്തും, ത്വയ ഏകേന, നീ ഒരൊറ്റ വ്യക്തി, ഒറ്റ വസ്തുവിനാൽ, ഒറ്റ ശക്തിയാൽ വ്യാപ്തം മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. ധ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി, ജ്യോതിർഗോളങ്ങൾ മുഴുവനും, ഭൂമി ഉൾപ്പെടെയുള്ള ധ്യാവ ജ്യോതിഷ് ഗോളങ്ങൾ, സെലസ്റ്റിയൽ ബോഡീസ് മുഴുവനും നിന്റെ ശരീരം, നിന്റെ തേജസ് നിറഞ്ഞിരിക്കുന്നതായി കാണുന്നു. ദൃഷ്ട്വാദ്ഭുതം രൂപം ഉഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഹേ മഹാത്മൻ, അങ്ങയുടെ അദ്ഭുതം രൂപം ഉഗ്രം ദൃഷ്ട, അദ്ഭുതകരമായ ഉഗ്രമായ ആ രൂപത്തെ കണ്ടിട്ട്, തവ ഇതലോകത്രയം ഭൂഹു ഭുവഹ സ്വഹ, ഈ മൂന്ന് ലോകവും, ഈ മൂന്ന് ലോകത്രയങ്ങളും പ്രകമ്പനം കൊള്ളുന്നത് പോലെ ഞാനിതാ കാണുന്നു. അമീഹിത്വാം സുര സംഘാവിശന്തി കേചിത് ഭീതാഹ പ്രാഞ്ജലയോ ഗൃണന്തി. അനവധി ജീവജാലങ്ങൾ ഭയത്തോടുകൂടി പ്രാഞ്ജലയോ ഗൃണന്തി, കൈകൾ കുപ്പിക്കൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഇതാ വിറച്ചുകൊണ്ട് നിൽക്കുന്നു. അമീഹിത്വാം സുരസംഘാവിശന്തി, സർവ ഈശ്വര ചൈതന്യങ്ങളും സമൂഹമായിട്ട്, കൂട്ടം കൂട്ടമായിട്ട് അങ്ങയിലേക്ക് തന്നെ വിശന്തി, പ്രവേശിക്കുന്നതായിട്ട് കാണുന്നു. സ്വസ്തി ഇതി ഉക്ത്വ, മംഗളകരം മംഗളകരം എന്ന് പറഞ്ഞുകൊണ്ട് മഹർഷി സിദ്ധസംഘ, മഹർഷിമാരും സിദ്ധന്മാരും സ്തുവന്തി ത്വാം സ്തുതിഭി പുഷ്കലാഭിഹി, ഉജ്ജ്വലങ്ങളായ പുഷ്പങ്ങൾ കൊണ്ട് പുഷ്പാഞ്ജലി നടത്തിയിട്ട് അങ്ങയെ സ്തുതിക്കുന്നതായിട്ട് ഇതാ ഞാൻ കേൾക്കുന്നു. വിശ്വരൂപത്തെ സ്തുതിക്കുന്നതായിട്ട്, പ്രാർത്ഥിക്കുന്നതായിട്ട്, കൈകൾ കൂപ്പി പ്രണമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. രുദ്ര ആദിത്യ വസവോ ഏച സാധ്യ വിശ്വേ അശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച. രുദ്രന്മാര്, ആദിത്യന്മാര്, വസുക്കള്, ഋഷിവര്യന്മാര്, ഈ പ്രപഞ്ചത്തിന്റെ സർവ്വതും, അശ്വിനി ദേവന്മാര്, മരുത്, അതുപോലെയുള്ള ജ്യോതിർഗോളങ്ങള് എല്ലാം അതിനകത്തുണ്ട്. ഗന്ധർവ യക്ഷ അസുര സിദ്ധ സംഘാഹ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ, സർവേ ത്വാം വീക്ഷന്തേ, എല്ലാവരും നിന്നെ ഇതാ അത്ഭുതത്തോടുകൂടി, വിസ്മിതാശ്ച, അത്ഭുതത്തോടുകൂടി കാണുന്നു. ആരെല്ലാം? ഗന്ധർവന്മാര്, യക്ഷന്മാര്, അസുരന്മാര്, സിദ്ധന്മാര് കൂട്ടം കൂട്ടമായിട്ട് നിന്നെ ഇതാ വളരെ അത്ഭുതത്തോടുകൂടി കാണുന്നു. രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹുബാഹൂരുപാദം. മഹത്തായ നിന്റെ രൂപം, ബഹുവക്ത്രനേത്രം, എത്ര ശരീരമാണ്, എത്ര കണ്ണുകളാണ് ഹേ മഹാബാഹോ. അതുപോലെ തന്നെ ബഹുബാഹൂരുപാദം, കാല്, അതുപോലെ തന്നെ തുട, അതുപോലെ കൈകള്, എത്ര എണ്ണമാണ് ഈ പ്രപഞ്ച ശരീരത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ബഹു ഉദരം ബഹുദംഷ്ട്രകരാളം ദൃഷ്ട്വാ ലോകാഹ, ഈ ഉദരങ്ങളും ദംഷ്ട്രങ്ങളും കണ്ടിട്ട് ജനങ്ങള്, ലോകം തന്നെ പ്രവ്യഥിതാസ്തദാഹം, അത്യത്ഭുതകരമായി കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷന്റെ ക്ലൈമാക്സിൽ നിന്നുകൊണ്ട് ഇതാ നിന്നെ നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യതിദാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. നഭസ്പൃശം, ആകാശം മുട്ടുന്ന, ദീപ്തമനേകവർണം, വിവിധ നിറങ്ങളാൽ തിളങ്ങുന്ന, വ്യാത്താനനം, ഉജ്ജ്വലമായ മുഖത്തോടും കണ്ണുകളോടും കൂടിയ ദീപ്ത വിശാല നേത്രം, അപ്രകാരം ഞാനിതാ നിന്നെ കാണുന്നു. ദൃഷ്ട്വാ ഹി ത്വാം, ഇപ്രകാരം നിന്നെ കണ്ടിട്ട് പ്രവ്യതിദാന്തരാത്മാ, പല ജീവജാലങ്ങളും പല ആത്മീയ ചൈതന്യമുള്ളവരും ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു, അവരുടെ ധൈര്യവും, ധൃതിം ധൈര്യവും പോയി, ശമം അവരുടെ ശാന്തിയും പോയിരിക്കുന്നു.
അത്യുജ്വലമായ ഈ പ്രഭാപൂരിതമായ ഈ ശരീരം കാണുമ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാതെ അത്യത്ഭുതകരമായി പകച്ചു നിൽക്കുകയാണ് അവര്. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി, അങ്ങയുടെ മുഖത്തില് അങ്ങയുടെ വായില് ദംഷ്ട്രങ്ങള്, കരാളഹസ്തങ്ങൾ പോലെ തന്നെ ദംഷ്ട്രങ്ങളെ കാണാൻ സാധിക്കുന്നു. ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി, പ്രളയകാലത്ത് ഉത്ഭവിക്കുന്ന അഗ്നിയെ പോലെ ഉജ്ജ്വലമായ അഗ്നി തേജസ് അങ്ങയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി കാണുന്നു. ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹേ ജഗന്നിവാസ, ഹേ ദേവേശ, പ്രസീദ, സർവ്വതും എനിക്ക് തെറ്റുന്നു, എനിക്ക് ദിശാബോധം പോലും നഷ്ടപ്പെടുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ മൊത്തത്തില് പകച്ചു നിൽക്കുകയാണ്. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ സർവേ സഹാ ഏവ അവനിപാലസംഘൈഹി. ധാർത്തരാഷ്ട്രസ്യ പുത്രാഹ, ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ധൃതരാഷ്ട്രത്തിന്റെ പുത്രന്മാര്, അവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ചേർന്ന് കൂട്ടം കൂട്ടമായിട്ട് അങ്ങയുടെ ശരീരത്തിൽ തന്നെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തദാസോ, ഭീഷ്മര്, ദ്രോണൻ, കർണൻ, അതുപോലെയുള്ള മറ്റു പലരും അങ്ങയുടെ ശരീരത്തിൽ നിൽക്കുന്നു. സഹാസ്മദീയൈരപി യോധമുഖ്യൈഹി, അവരുടെ കൂട്ടത്തിലുള്ള മറ്റ് യുദ്ധ പടയാളികൾ, വീരന്മാരും മുഴുവനും അങ്ങയുടെ ശരീരത്തിൽ നിൽക്കുന്നു. വക്ത്രാണി തേ ത്വരമാണാവിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി, ഭയാനകാനി, ഭയത്തോടുകൂടി വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി, ദംഷ്ട്രാകരാളാനി, അങ്ങയുടെ ദംഷ്ട്രങ്ങൾക്കിടയിലൂടെ, ത്വരമാണാവിശന്തി, വളരെ പെട്ടെന്ന് കടക്കുന്നതായിട്ട് അവരുടെ ശരീരം, വക്ത്രാണി, അവരുടെ ശരീരം അങ്ങയുടെ ദംഷ്ട്രങ്ങളുടെ ഇടയിലൂടെ കടക്കുന്നതായിട്ട് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും. കേചിത് വിലഗ്നാദശനാന്തരേഷു സദൃശ്യന്തേ ചൂർണിതൈരുത്തമംഗൈഹി, അങ്ങയുടെ ദംഷ്ട്രങ്ങൾക്കിടയിലൂടെ കടക്കുന്ന വേളയില് ചിലര് ദംഷ്ട്രങ്ങൾക്ക് ഇടയ്ക്ക് കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നു. സദൃശ്യന്തേ ചൂർണിതൈഹി ഉത്തമാംഗൈഹി, ഒരു പൊടിപടലം നിൽക്കുന്നത് പോലെ അവരുടെ ശരീരം അങ്ങയുടെ ദംഷ്ട്രങ്ങൾക്ക് ഇടയ്ക്ക് വർദ്ധിക്കുന്നത് പോലെ കാണുന്നു. യഥാർത്ഥത്തിൽ അർജുനൻ എന്താ കണ്ടത്? ഇവിടെ കാലത്തിന്റെ പ്രവാഹം, ആ വിശ്വത്തില്, പ്രപഞ്ചത്തില് കാലത്തിന്റെ പ്രവാഹത്തില് ജനന മരണങ്ങൾ നിരന്തരം നടക്കുമ്പോൾ ഓരോ വ്യക്തിയും, ഓരോ പ്രപഞ്ച ചൈതന്യവും, ഓരോ ദേവതാ ചൈതന്യവും ഒഴുക്കിൽപ്പെട്ട് നാശത്തിലേക്ക് നീങ്ങുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ, എവരി ബർത്ത്ഡേ ഈസ് ലീഡിങ് യു ടുവേർഡ്സ് ദ ഗ്രേവ്യാർഡ് എന്ന്. ഓരോ ദിവസം കഴിയുമ്പോഴും ശ്മശാനത്തിലേക്കുള്ള പന്ഥാവ് കൂടുതൽ കൂടുതൽ അടുക്കുന്നു. അപ്പൊ ദിവസം വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ശ്മശാനത്തിലേക്ക്, മരണത്തിലേക്ക് അടുക്കും. ആ പെട്ടെന്നുള്ള പ്രയാണമാണ് ഈ ദിവ്യ ദൃഷ്ടിയിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് തന്റെ ശരീരം എന്ന പ്രപഞ്ച രൂപത്തില് കാലം എന്ന പ്രവാഹത്തിലൂടെ കാണിച്ചു കൊടുത്തത്. യഥാ നദീനാം ബഹവോംബുവേഗാഹ, നദികള്, ആ നദിയിലുള്ള ജലം വളരെ വേഗത്തിൽ എപ്രകാരമാണോ ഒഴുകുന്നത്, സമുദ്രമേവാ അഭിമുഖാദ്രവന്തി, സമുദ്രത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് എപ്രകാരമാണോ നദിയിലെ ജലം ഒഴുകുന്നത്, തഥാ തവാമി നരലോകവീര, അപ്രകാരം തന്നെ എല്ലാ മനുഷ്യരും, അവര് വീരന്മാരായിട്ടുള്ളവരാണെങ്കിൽ അവരെല്ലാവരും തന്നെ, അല്ലാത്തവരാണെങ്കിൽ അവരും എല്ലാവരും തന്നെ വിശന്തി, പ്രവേശിക്കുന്നു. വക്ത്രാണി, ശരീരത്തോടുകൂടി, അഭിവിജ്വലന്തി, കത്തിജ്വലിക്കുന്ന ദംഷ്ട്രാകരാളങ്ങൾക്കുള്ളിലേക്ക്, പ്രപഞ്ച ചൈതന്യത്തിലേക്ക് അതിവേഗം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാ, സമൃദ്ധമായ വേഗത്തില്, വളരെ വേഗത്തില് പതംഗങ്ങള്, ഷഡ്പദങ്ങള്, ചിത്രശലഭങ്ങള് എപ്രകാരമാണോ വിളക്ക് കാണുമ്പോൾ, അഗ്നി കാണുമ്പോൾ അതിന്റെ അടുത്തേക്ക്, ജ്വലനം, ജ്വലിക്കുന്നതായ അതിന്റെ അടുത്തേക്ക്, പതംഗാഹ വിശന്തി, ഷഡ്പദങ്ങള്, ചിത്രശലഭങ്ങൾ പെട്ടെന്ന് വന്നെടുത്ത് അതിൽ വീണ് നശിക്കുന്നത് എപ്രകാരമാണോ, തഥായേവ, പ്രകാരം തന്നെ നാശായ, നാശത്തിനു വേണ്ടി, വിശന്തി, പ്രവേശിക്കുന്നു. ലോകാസ്തവാപി വക്ത്രാണി സമൃദ്ധവേഗ, സർവചരാചരങ്ങളും സർവജീവജാലങ്ങളും കാലം കഴിയുന്നതനുസരിച്ച് വളരെ 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 വേഗത്തില്
മരണത്തോടടുക്കുന്നു. ആ പ്രവാഹമാണ് ഓരോ ചിത്രശലഭവും അഗ്നിയിൽ വന്ന് വീഴുന്നത് പോലെ ഓരോ ജീവജാലവും സമയത്തെ വളരെ ഫാസ്റ്റാക്കി കാണിച്ചു കൊടുത്തപ്പോൾ, അതായത് 1000 വർഷത്തെ 1 മിനിറ്റാക്കി കാണിച്ചു കൊടുത്താൽ ഒരു മനുഷ്യന്റെ ആയുസ് എത്രയാ? ഏതാണ്ട് 4-5 സെക്കൻഡ്. ആ 4-5 സെക്കൻഡ് കഴിയുമ്പോൾ അവര് മരണത്തിലേക്ക് പ്രയാണം ചെയ്യുന്നത് കാണുന്ന രീതിയിൽ അർജുനന് കാലപ്രവാഹത്തെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീകൃഷ്ണൻ. ലേലിഹ്യസേ ഗ്രസമാനസമന്താത് ലോകാൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഹി. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന വദനൈഹി. സമഗ്രാൻ ലോകാൻ, സമസ്ത ലോകവും, വദനൈഹി ജ്വലദ്ഭിഹി, ഈ മുഖങ്ങളില് ഒരെണ്ണല്ല അനേകം കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന മുഖത്തിലേക്ക് ലേലിഹ്യസേ ഗ്രസമാനസമന്താത്, അതിവേഗത്തിൽ പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തില് ആ മൗത്ത് അല്ലെങ്കിൽ മുഖം, അതല്ലെങ്കിൽ വായ്ക്കകത്ത് പെടുമ്പോൾ ആ വായ നുണയുന്നത് പോലെ, ഇങ്ങനെ നാക്കിട്ട് നുണയുന്നത് പോലെ കാണുവാൻ സാധിക്കും. തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. തേജോഭിരാപൂര്യ, അത്യുജ്വലമായ പ്രകാശരശ്മികളാൽ ജഗത് സമഗ്രം ആപൂര്യ, ഈ സമസ്ത ലോകവും പൂരിതമായിരിക്കുന്നത് പോലെ ഭാസസ്തവോഗ്രാഹ പ്രതപന്തി വിഷ്ണു. അങ്ങയുടെ ചൈതന്യം ഹേ വിഷ്ണു ഈ പ്രപഞ്ചത്തില് നിരന്തരം ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട്, നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് കാണുവാൻ ഈ ജ്ഞാനദൃഷ്ടിയിലൂടെ, ഈ ദിവ്യദൃഷ്ടിയിലൂടെ സാധിക്കുന്നുണ്ട്. ആഖ്യാഹിമേ കോ ഭവാനുഗ്രരൂപോ നമോസ്തുതേ ദേവവര പ്രസീദ. മേ ആഖ്യാഹി, എന്നോട് പറഞ്ഞാലും, ഭവാൻ ഉഗ്രരൂപോ കഹ, ഈ ഉഗ്രരൂപമായ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? ഹേ ഉഗ്രരൂപമായ ഈശ്വര, നമോസ്തുതേ ദേവവര പ്രസീദ, അങ്ങക്ക് നമസ്കാരം, എന്നെ അനുഗ്രഹിച്ചാലും അങ്ങ് ആരാണ് യഥാർത്ഥത്തില്? വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം, തുടക്കം മുതൽക്കേ അങ്ങയെക്കുറിച്ച് അറിയുവാൻ, സയന്റിഫിക് ആയിട്ട് അറിയുവാൻ ഇച്ഛാമി, എനിക്ക് ആഗ്രഹമുണ്ട്. ന ഹി പ്രജാനാമി തവ പ്രവൃത്തിം, അങ്ങയുടെ കർമ്മം എന്താണ്, അങ്ങയുടെ പ്രവൃത്തി എന്താണ്, അങ്ങയുടെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം എന്താണ്, അതും കൂടി അറിയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കാലോസ്മി ലോക ക്ഷയകൃത് പ്രവൃദ്ധ, ഞാൻ കാലമാണ്. ഈ ലോകത്തിന്റെ ക്ഷയം, നിരന്തരമായ അസ്തിത്വ, അതുപോലെ സംഹാര ചക്രത്തിൽ കാലത്തിനൊരു യോഗമുണ്ട്, കാലത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ആ കാലപ്രവാഹമാണ് നീ ഇപ്പോൾ കണ്ടത്. ലോകാൻ സമാഹർത്തുമിഹ പ്രവൃത്ത, ഈ കാലചക്രം തിരിക്കുന്നത്, ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വരൂപത്തെയാണ് നീ ഇപ്പോൾ കണ്ടത്. ഋതേ അപി ത്വാം ന ഭവിഷ്യന്തി, നീ ഇവിടെ ഇല്ല എങ്കിൽ പോലും, നീ യുദ്ധത്തിനായിട്ട് ഇവിടെ വന്നില്ല എങ്കിൽ പോലും, സർവേ യേ അവസ്ഥിതാഹ പ്രത്യനീകേഷു യോദ്ധാഹ, ഇവിടെയുള്ള ഓരോ യോദ്ധാവും കാലപ്രവാഹത്തിൽ ഒരു പക്ഷെ മരിച്ചു കഴിഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അല്പം മുമ്പ് പറഞ്ഞതുപോലെ കാലത്തെ ഒന്ന് ഷോർട്ടൻ ചെയ്ത് അത്യുജ്വലമായ സഹസ്രാബ്ദത്തെ ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു മിനിറ്റോ ആക്കി നിന്റെ മുമ്പിൽ വെച്ചപ്പോൾ ഇവരെല്ലാവരും എന്റെ വായിലേക്ക് വന്ന് നശിച്ചതായിട്ട് നീ കണ്ടു. അതാണ് കാലത്തിന്റെ ഇൻട്രാപ്പൊളേഷൻ. എക്സ്ട്രാപ്പൊളേഷൻ എന്ന് നമ്മൾ പറയില്ലേ, അതിനെ നേരെ ഒന്ന് ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാം ആയുസ് എത്രത്തോളമുണ്ട്. അതുകൊണ്ട് അർജുന, നീ ഇല്ലെങ്കിലും ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, നീ ആരെയും കൊല്ലുന്നുമില്ല, ആരെയും വധിക്കുന്നില്ല, എല്ലാം കാലചക്രം തിരിക്കുന്ന എന്റെ നിയമമനുസരിച്ച് നടക്കുന്നതാണ്. തസ്മാത് ത്വം ഉത്തിഷ്ഠ യശോ ലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്സ്വ രാജ്യം സമൃദ്ധം. പ്രപഞ്ച നിയമമാണ് നിന്നോട് പറയാനായിട്ട് ഞാൻ ഈ വിശ്വരൂപം കാണിച്ചത്. വേറെ കഥ പറയാൻ ഇനി സമയമില്ല. അതുകൊണ്ട് ഫസ്റ്റ് വേർഡിങ്സ് ആണ് ശ്രീകൃഷ്ണൻ പ്രപഞ്ച വിശ്വരൂപത്തിൽ നിന്നുകൊണ്ട് അർജുനനോട് പറയുന്നത്. തസ്മാത്
പ്രപഞ്ച നിയമമായതുകൊണ്ട്, സർവ്വതും നിഗ്രഹിക്കുന്നത് ഞാനായതുകൊണ്ട്, കാലചക്രത്തിന്റെ ഉള്ളിൽപ്പെടാതെ ഒന്നും ഇവിടെ വർത്തിക്കാത്തത് കൊണ്ട്, ഹേ അർജുന, തസ്മാത് ത്വം ഉത്തിഷ്ഠ, നീ എഴുന്നേൽക്ക, യശോലഭസ്വ, ക്ഷത്രിയ കർമ്മം നിർവഹിച്ചിട്ട് യശസ്വിയായി മുമ്പോട്ട് പോകുക. ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം, ഒരു ക്ഷത്രിയൻ അർഹിക്കുന്ന വിധത്തില് രാഷ്ട്ര സംരക്ഷണം നടത്തിയിട്ട് രാഷ്ട്രത്തെ സംരക്ഷിക്കുന്ന പന്ഥാവിലൂടെ സമൃദ്ധമായ ഒരു രാജ്യത്തിന്റെ സർവ്വസുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. മയാ ഏവ ഏതേ നിഹത പൂർവമേവ, ഇവരെല്ലാവരെയും ഞാൻ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കാലചക്രത്തിൽപ്പെട്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിമിത്തമാത്രം ഭവസവ്യസാജിൻ, നീ ഒരു നിമിത്തം മാത്രമാണ്. നീ ഇവിടെ വന്നിരിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു പോകുന്നു, നിന്റെ ഉത്തരവാദിത്വം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ നിനക്കും തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അർജുന, എല്ലാ പ്രക്രിയകളും വെൽ ഡിസൈഡഡ് ആണ്, വെൽ ഗൈഡഡ് ആണ്, സ്പോണ്ടേനിയസ്ലി ഓർഗനൈസ്ഡ് ആണ്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്റെ കാര്യം ചെയ്യുക, ഉത്തരവാദിത്വം നിർവഹിക്കുക. ക്ഷത്രിയ ധർമ്മം നിർവഹിക്കുന്ന കൂട്ടത്തില് നീ വെറും നിമിത്തം മാത്രമാണ്. അതിനപ്പുറം നീ ഒന്നും ചെയ്യുന്നില്ല. കാലചക്രമായ ഞാൻ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാ അന്യാനപി യോധവീരാൻ മയാ ഹതാസ്ത്വം ജഹി മാ വ്യധിഷ്ഠ യുദ്ധസ്വ ജേതാസി രണേ സപത്നാൻ. ഈ യുദ്ധം ചെയ്യുക എന്നുള്ളത് കാലത്തിന്റെ ആവശ്യമാണ്. അധർമ്മത്തിനെതിരെ മനുഷ്യൻ പ്രവർത്തിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ധർമ്മമാണ്. അതുകൊണ്ട് അവരെല്ലാവരും, ആര്? ദ്രോണൻ, ഭീഷ്മൻ, ജയദ്രഥൻ, കർണൻ, തഥാ അന്യാനപി യോധവീരാൻ, മറ്റെല്ലാ യുദ്ധവീരന്മാരും മയാഹതാസ്ത്വം, ഞാൻ കൊന്നുകഴിഞ്ഞു, ഞാൻ അവരെ വധിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിന്റെ മുമ്പിൽ നിൽക്കുന്നവർ ആരാണെന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം കാലചക്രത്തിനകത്ത് അവർ പെട്ടുകഴിഞ്ഞു. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ, മാ വ്യധിഷ്ഠ, ഒരിക്കലും ദുഃഖിക്കാതെ, യുദ്ധസ്വജേതാസി രണേ സപത്നാൻ, ഈ രണത്തില് ജയിക്കുക, ധർമ്മയുദ്ധത്തിൽ കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് വിജയം വരിക്കുക എന്ന ലക്ഷ്യപ്രാപ്തിക്കായിട്ട് നിന്റെ കർമ്മം നീ ചെയ്യുക. ഇത്രയും ആ വിശ്വരൂപത്തിലുള്ള കൃഷ്ണൻ അർജുനനോട് പറയുന്നതായിട്ട് സഞ്ജയൻ പറയുകയാണ്. സഞ്ജയന്റെ വരികളാണ്: ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർ വേപമാനക്കിരീടി. ഇത്രയും ഈ വിശ്വരൂപത്തിലുള്ള കൃഷ്ണൻ പറഞ്ഞത് കേട്ടപ്പോൾ കയ്യുകൂപ്പിക്കൊണ്ട് കിരീടി അർജുനൻ അവിടെ നിന്നുകൊണ്ട് നമസ്കൃത്വ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗദം ഭീത പ്രണമ്യ, പ്രണമ്യ, ഭയന്നുകൊണ്ട് പ്രണമിച്ചുകൊണ്ട്, സഗദ്ഗദം, ഗദ്ഗദത്തോടുകൂടി കൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറയുവാൻ ആഗ്രഹിച്ചു, പറയുവാൻ തുടങ്ങി. സ്ഥാനേ ഋഷികേശ തവ പ്രകീർത്തിയ ജഗത് പ്രഹർഷ്യത്യനുരജ്യതേ ച. ഹേ ഋഷികേശ, തവ പ്രകീർത്തിയ, അങ്ങയെ സ്തുതിച്ചുകൊണ്ട്, ജഗത് പ്രഹർഷ്യതി അനുരജ്യതേ ച, ഈ ലോകം മുഴുവനും അത്യന്തം ഹർഷമോദത്തോടുകൂടി വർത്തിക്കുന്നതായിട്ട് കാണുന്നു. ഇതാ ഈ ലോകം മുഴുവനും അങ്ങയുടെ അത്യുജ്വലമായ രൂപം കണ്ട് ആനന്ദ നിർവൃതിയിൽ ആറാടുന്നു. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി, രാക്ഷസീയ ശക്തികളാകട്ടെ ദിശാബോധം ഇല്ലാതെയായി പല സ്ഥലങ്ങളിലേക്കും അവർ ഓടിപ്പോകുന്നതായിട്ട് കാണുന്നു. അതേ സമയത്ത് സർവേ നമസ്യന്തി ച സിദ്ധസംഘാഹ, സർവ സിദ്ധന്മാരും ഋഷിവര്യന്മാരും അങ്ങയെ നമസ്കരിക്കുന്നു. ഈ പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ കണ്ടുകൊണ്ട് അവർ പ്രണമിക്കുന്നു. കസ്മാച്ചതേ നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണ അപി ആദികർത്രേ, ബ്രഹ്മചൈതന്യത്തിനു പോലും, ബ്രഹ്മാവിനു പോലും, ആദികർത്താവായ ബ്രഹ്മാവിനു പോലും ആധാരഭൂതമായ അങ്ങയെ കസ്മാത് ചതേ നമേരൻ മഹാത്മൻ, എപ്രകാരമാണ് അവർ നമസ്കരിക്കാതിരിക്കുക? അവരൊരിക്കലും നമസ്കരിക്കാതിരിക്കുകയില്ല. അത്യത്ഭുതകരമായ അങ്ങയുടെ ഈ രൂപം കണ്ടിട്ട് അനന്ത ദേവേശ ജഗന്നിവാസ, ഹേ ജഗന്നിവാസ, ഹേ ദേവേശ, അനന്ത രൂപത്തിൽ നിൽക്കുന്ന അങ്ങ്, ത്വം അക്ഷരം, അങ്ങ് നാശമില്ലാത്തവനാണ്, സദ സത്പരം യത്, എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്നുള്ളത് പോലെ
എല്ലാത്തിൻ്റെയും ആദിയും അന്തവുമായി നിൽക്കുന്ന അങ്ങ് അത്യധികം ശ്രേഷ്ഠമായ രൂപത്തോടുകൂടി എന്റെ മുമ്പിൽ വർത്തിക്കുന്നു. ത്വം ആദിദേവ പുരുഷപുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. അങ്ങ് ആദിദേവനാണ്, അങ്ങ് പരമമായ നിധാനമാണ്, അങ്ങ് പ്രപഞ്ച പുരുഷനാണ്, സർവ്വതിൻ്റെയും ആധാരമാണ്. വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ത്വയാ തതം, അതുകൊണ്ട് തന്നെ നീയാണ് വിശ്വത്തിന്റെ അനന്തമായ രൂപം. വേത്താസി വേദ്യം ച പരം ച ധാമ, പരമമായ ആധാരം ഏതാണെന്ന് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളവർക്ക് മനസ്സിലാക്കേണ്ട രൂപം ഏതാണോ അതാണ് നീ. ആ രൂപത്തിൽ എന്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്ക് പ്രണാമം, നിനക്ക് എന്റെ നമസ്കാരം. വായുർ യമോ അഗ്നിർ വരുണഃ ശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച. വായു നീയാണ്, നിയമത്തിൻ്റെയും യമത്തിൻ്റെയും ആധാരമായ യമധർമ്മരാജൻ നീയാണ്, അഗ്നി നീയാണ്, വരുണൻ നീയാണ്, ചന്ദ്രൻ നീയാണ്, പ്രജാപതി നീയാണ്, നീയാണ് സർവ്വതിൻ്റെയും ആധാരഭൂതമായ പിതാമഹനും പ്രപിതാമഹനും. നമോ നമസ്തേ അസ്തു സഹസ്രകൃത്വ. ആയിരക്കണക്കിന് നമസ്കാരം അങ്ങയ്ക്ക്. പുനശ്ച ഭൂയോ അപി നമോ നമസ്തേ. വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നമ പുരസ്താദ പൃഷ്ഠതസ്തേ നമോസ്തുതേ സർവത ഏവ സർവ. എല്ലാത്തിലും വെച്ച് എല്ലാമായ, സർവത ഏവ സർവ, എല്ലാത്തിലും വെച്ച് എല്ലാമായ അങ്ങക്ക്, പുരസ്താദത സർവതിൻ്റെയും ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതായ അങ്ങക്ക് നമോസ്തുതേ നമ. വീണ്ടും വീണ്ടും ഞാനിതാ നമസ്കരിക്കുന്നു. അനന്ത വീര്യം ഇത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോഷി സർവ. എല്ലാം പ്രാപിക്കാൻ സഞ്ചരിക്കേണ്ട പന്ഥാവ് അങ്ങ് തന്നെയാണ്. എല്ലാം പ്രാപിക്കുന്നതിനാവശ്യമായ കർമ്മം അതും അങ്ങ് തന്നെയാണ്. അനന്തമായ ക്രിയാശേഷിയുള്ളതും അങ്ങ് തന്നെയാണ്. സർവ്വതും അവിടുന്ന് തന്നെയായ സ്ഥിതിക്ക് അങ്ങയ്ക്കിതാ ഞാൻ നമസ്കരിക്കുന്നു. സഖേതി മത്വാ പ്രസഭം യദുക്തം. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി. ഇത്രയും കാലം കൃഷ്ണ നിന്റെ കൂട്ടത്തിൽ നടന്ന് ഒരു കൂട്ടുകാരനെ പോലെ, ഒരു സാധാരണക്കാരനാണെന്ന് ധരിച്ച് ഹേ കൃഷ്ണ, എടാ കൃഷ്ണ, ഹേ യാദവ, എടോ യാദവ, ഹേ സഖാവേ, ഹേ സഖേതി, കൂട്ടുകാരായ എന്നെല്ലാം വിചാരിച്ചു, എന്നെല്ലാം വിളിച്ചു. വളരെ ലാഘവത്തോടുകൂടി അങ്ങുമായിട്ട് പെരുമാറി. അജാനത മഹിമാനം തവേദം. അങ്ങയുടെ മഹാത്മ്യം അറിയാതെയാണ് ഞാൻ അപ്രകാരം പെരുമാറിയത്. മയാ പ്രസാദാത് പ്രണയേന വാപി. എനിക്ക് നിന്നോടുള്ള സ്നേഹം കൊണ്ട്, അത്യധികം ഗാഢമായ ഭക്തി കൊണ്ട്, ഒരു സാധാരണ സുഹൃത്താണെന്നുള്ള രീതിയിലാണ് നിന്നെ ഞാൻ വിളിച്ചിരുന്നത്, നിന്നോട് സംസാരിച്ചിരുന്നത്, നിന്നോട് പെരുമാറിയിരുന്നത്. എന്നോട് പ്രസാദമുണ്ടാകണമേ, എന്നോട് ക്ഷമിക്കണമേ. നീ നിന്റെ കൂട്ടത്തിൽ ഒരുവനായി, ദാസനായി, ഭക്തനായി എന്നെ കണക്കാക്കണമേ. യച്ചാവഹാസാർത്ഥം അസകൃതോസി വിഹാര ശയ്യാസന ഭോജനേഷു ഏക അഥവാ അപി അച്യുതത് സമക്ഷം തത് ക്ഷാമയേ ത്വാം അഹമപ്രമേയം. ഊണ് കഴിക്കുന്ന സമയത്ത്, വിഹാരങ്ങളിലെ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ശയ്യ ഉറങ്ങാൻ പോകുന്ന സമയത്ത്, ആസന പല സ്ഥലത്തും ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെച്ചിട്ട് നീ ആരാണെന്നറിയാതെ നിന്നോട് ഞാൻ പല രീതിയിൽ പെരുമാറി. ഇതൊന്നും തന്നെ നിന്റെ ചൈതന്യത്തെക്കുറിച്ച് അറിയാതെ ചെയ്തതാണ്. ഹേ അച്യുത, നീ ഒന്ന് തന്നെയാണെങ്കിലും ഇപ്പൊ എനിക്ക് ഒന്ന് മനസ്സിലായി. അങ്ങയുടെ മുമ്പില് തത് സമക്ഷം തത് ക്ഷാമയെ, ആ പെരുമാറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ എന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ത്വാം അഹം അപ്രമേയം. എൻ്റെ എല്ലാവിധത്തിലുള്ള പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്നോട് പൊറുക്കണമേ, ക്ഷമിക്കണമേ. ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹ രൂപത്തിൽ ക്ഷമിച്ചു എന്ന് എന്നോട് അരുളി ചെയ്യണമേ എന്ന് അർജുനൻ ശ്രീകൃഷ്ണനോട് വിവരിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പിതാസി ലോകസ്യ ചരാചരസ്യ. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളുടെയും പിതാവ് അങ്ങ് തന്നെയാണ്. ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ. പൂജനീയനായ ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവും അങ്ങ് തന്നെയാണ്. നത്വത് സമ അസ്തി അഭി അധിക. അങ്ങക്ക് തുല്യമായിട്ടോ
അങ്ങയേക്കാൾ കൂടുതലായിട്ടോ മറ്റാരും തന്നെ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. കുതോ അന്യോ ലോകത്രയേ അഭി പ്രതിമപ്രഭാവാഹ, അങ്ങക്ക് തുല്യമായ പ്രഭാവത്തോടു കൂടിയ വേറെ ആരുണ്ടാകാനാണ്? അത്രയും ഉജ്ജ്വലമായ പ്രഭാവത്തോടുകൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഹേ കൃഷ്ണ, അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. അത്യത്ഭുതകരമായ വിശ്വരൂപത്തെക്കുറിച്ചുള്ള വിവരണം അർജുനൻ ആ ദിവ്യദൃഷ്ടി വെച്ചുകൊണ്ട് തുടരുകയാണ്. പ്രപഞ്ച ചൈതന്യത്തിൻ്റെ, കാലത്തിൻ്റെയും ടൈം ആൻഡ് സ്പേസ് എന്ന അത്യന്താധുനിക ഊർജതന്ത്രം പറയുന്ന ആ രൂപമാണ് ഭഗവത്ഗീതയിലെ വിശ്വരൂപത്തിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. The universal person, symbolic representation of time and space in the universe. വിശ്വരൂപത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രണമിച്ചുകൊണ്ട് അർജുനൻ നിരന്തരമായ സ്തുതികളോടുകൂടി ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണനെ, പ്രപഞ്ചരൂപത്തെ തൊഴുതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം, അതുകൊണ്ട് ഹേ വിശ്വരൂപമേ, ഞാൻ തലകുനിച്ചുകൊണ്ട് ഞാൻ നിന്നെ പ്രണമിക്കുന്നു. പ്രസാദയേ ത്വാം അഹമീശമീഢ്യം, അവിടെ നിന്ന് സർവ്വതിൻ്റെയും ഈശ്വരനായ അങ്ങ് എന്നെ പ്രസാദയെ, എന്നോട് പ്രസാദിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. പിതേവ പുത്രസ്യ സഖേവ സഖ്യുഹു, പിതാവ് മകനെ, അതുപോലെ തന്നെ സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട്, പ്രിയ പ്രിയായാർഹസി ദേവസോടും, ഇഷ്ടമുള്ളവര് പരസ്പരവും ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് പോലെ അവിടെ നിന്ന് അവിടത്തെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് എന്നോട് പൊറുക്കേണമേ, ക്ഷമിക്കണമേ, അനുഗ്രഹിക്കണമേ. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോമേ, തദേവ മേ ദർശയ ദേവരൂപം പ്രസീത ദേവേശ ജഗന്നിവാസ. അദൃഷ്ടപൂർവം ഋഷിതോസ്മി ദൃഷ്ട്വാ, ഇന്നുവരെ കാണാൻ സാധിക്കാത്ത മഹത്തായ രൂപത്തെ ദൃഷ്ട്വാ, കണ്ടിട്ട്, ഭയേന ച പ്രവ്യഥിതം മനോമേ, എൻ്റെ മനസ്സ് അതിഭയങ്കരമായ ഭയത്തോടുകൂടി പൂർണ്ണമായിട്ടും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവ്യക്തമായ രൂപത്തിൽ ഭയത്തോടുകൂടി ഞാൻ അങ്ങയെ കാണുകയാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തദേവമേ ദർശയ ദേവരൂപം, ഹേ ജഗന്നിവാസ, ആ ദൈവീകമായ രൂപത്തെ എന്നെ കാണിച്ചാലും, ദേവതുല്യമായ രൂപത്തെ, ശാന്തമായ രൂപത്തെ എന്നെ കാണിച്ചാലും. പ്രസീത ദേവേശ ജഗന്നിവാസ, ആ രൂപം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. എന്നെ പ്രസാദിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും ഹേ ജഗന്നിവാസ. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദ്രഷ്ടുമഹം തദൈവ, ആ കിരീടം വെച്ചുകൊണ്ട്, ഗത കയ്യിൽ വെച്ചുകൊണ്ട്, ചക്രം കയ്യിൽ വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ താമരയും കയ്യിൽ വെച്ചുകൊണ്ട്, ആ 4 ഹസ്തങ്ങളിലൂടെ വിളങ്ങുന്നതായ ആ ദേവരൂപത്തെ, ത്വാം അങ്ങയുടെ ആ ദേവരൂപത്തെ, ദൃഷ്ടുമഹം ഇച്ഛാമി കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അതെന്നെ കാണിച്ചു തന്നാലും. തേനൈവ രൂപേണ ചതുർഭുജേന, 4 കൈകളോടുകൂടി, ശംഖ പത്മ ഗദാ ചക്രം ഇവയോടുകൂടി എനിക്ക് കാണുവാൻ ആഗ്രഹമുണ്ട്. സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ, ആയിരക്കണക്കിന് കൈകളുള്ള, പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ കൈകളുള്ള, ആയിരക്കണക്കിന് ബാഹുക്കളുള്ള വിശ്വരൂപമേ, അങ്ങ് വിശ്വമൂർത്തിയാണ്. അങ്ങയുടെ ദൈവീകമായ ആ രൂപത്തെ എന്നെ കാണിച്ചാലും. ശ്രീകൃഷ്ണൻ അതിനുത്തരമായിട്ട് അർജുനനോട് പറയുകയാണ്. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതുമാത്മയോഗാത്. ഹേ അർജുന, മയാ പ്രസന്നേന, ഐ ആം വെരി ഹാപ്പി, എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. തവ അർജുനേദം, നീ ഞാൻ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായ സ്ഥിതിക്ക് നിന്റെ വരികളിലോട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി, രൂപം പരം ചർച്ചിതം ആത്മയോഗാത്, പൂർണ്ണമായ ആത്മീയമായ ചൈതന്യം ഉൾക്കൊള്ളുന്ന യോഗിക്ക് മാത്രം കാണുവാൻ സാധിക്കുന്ന ആ ഈശ്വര രൂപവും നിനക്ക് കാണുവാൻ സാധിക്കും. തേജോമയം, തേജസ്സുറ്റതായ രൂപം, വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം, നീയല്ലാതെ
മറ്റൊരാൾക്കും ത്വതന്യേന നീയല്ലാതെ മറ്റൊരാൾക്കും ന ദൃഷ്ടപൂർവം കാണുവാൻ സാധ്യമല്ലാത്തത്, ഇതുവരെ കാണുവാൻ സാധ്യമല്ലാത്തിരുന്ന ആ രൂപത്തെ വിശ്വമനന്തമാദ്യം തുടക്കവും അവസാനവും ഈ ദേവരൂപത്തിൽ ഒതുക്കിക്കൊണ്ട് ആ ദേവരൂപത്തെ നിനക്ക് കാണുവാൻ ഇപ്പോൾ സാധിക്കും. ന വേദയജ്ഞ അധ്യയനൈഹി ന ദാനൈഹി ന ക്രിയാഭിർ ന തപോഭിരുഗ്രൈഹി. വേദം പഠിച്ചതുകൊണ്ട്, അതുപോലെ തന്നെ അത്യുജ്വലമായ അറിവ് നേടിയതുകൊണ്ട്, അതിഗഹനമായ രീതിയിൽ ദാനധർമാദികൾ അനുഷ്ഠിച്ചതുകൊണ്ട്, അതിശ്രേഷ്ഠമായ രീതിയിൽ ക്രിയാകർമ്മങ്ങൾ അനുഷ്ഠിച്ചതുകൊണ്ട്, ഉഗ്രമായ തപസ് ചെയ്തതുകൊണ്ട് ഒന്നും തന്നെ എന്റെ ഈ ദേവരൂപത്തെ കാണുവാൻ സാധ്യമല്ല. ഏവം രൂപ ശക്യ അഹം നൃലോകേ ദൃഷ്ടും ത്വദന്യേന കുരുപ്രവീര. നീയല്ലാതെ ത്വത് അന്യേന നീയല്ലാതെ മറ്റൊരാൾക്കും തന്നെ, ഹേ കുരുപ്രവീര, കുരുവംശത്തിൽ ജനിച്ചവനെ മറ്റൊരുവനും തന്നെ അഹം ഈ രൂപം ഏവം രൂപം ശക്യം ഈ രൂപത്തിൽ കാണുവാൻ നൃലോകെ മർത്യലോകത്ത് മനുഷ്യലോകത്തില് ആർക്കും തന്നെ സാധ്യമല്ല. മാതേ വ്യഥാ മാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരം ഈതൃമേദം. മാതേ വ്യഥ, നീ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം, ഈ അതിഘോരമായ രൂപത്തെ കണ്ടിട്ട്, ഘോരം ഈതൃ മേ ഇതം, എന്റെ ഇത്തരത്തിലുള്ള ഘോരമായ രൂപത്തെ കണ്ടിട്ട് ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. വ്യപേധബീഹി പ്രീതമാനാ പുനസ്ത്വം, നീ അല്പം ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി നിന്നോട് എനിക്കുള്ള സ്നേഹം, എനിക്കുള്ള ഇഷ്ടം, എന്റെ സുഹൃത് ബന്ധം നിന്നോടുള്ളത് കൊണ്ട് പുനസ്ത്വം വീണ്ടും ഇതാ തദേവമേ രൂപമിതം പ്രപശ്യ, ദൈവീകമായ എന്റെ രൂപത്തെ നീ ഇപ്പോൾ കണ്ടാലും, രൂപം ഇതം പ്രപശ്യ, ദൈവീക രൂപമായ ഇത് നീ കണ്ടാലും. ഇത്യർജുനം വാസുദേവസ്തദോക്ത്വ, ഇപ്രകാരം വാസുദേവൻ അർജുനനോട് പറഞ്ഞിട്ട് സ്വകം രൂപം ദർശയാമാസ ഭൂയഃ, തന്റെ സ്വതസിദ്ധമായ രൂപത്തെ ഭൂമിയിൽ കാണിച്ചു കൊടുത്തു. ആശ്വാസയാമാസ ച ഭീതമേനം, ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അർജുനനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഭൂത്വാ പുനഃ സൗമ്യ വപുർമഹാത്മ, സൗമ്യമായ ആ രൂപത്തെ മഹാത്മാവായ ശ്രീകൃഷ്ണൻ വീണ്ടും കാണിച്ചു കൊടുത്തു, ശാന്തമായ രൂപത്തെ കാണിച്ചു കൊടുത്തു എന്ന് സഞ്ജയൻ, ദൂരെ മാറി നിൽക്കുന്ന സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറഞ്ഞു. വീണ്ടും അർജുനൻ ചോദിക്കുകയാണ്, ദൃഷ്ട്വേദം മാനുഷം രൂപം, ഹേ കൃഷ്ണ, നിന്റെ ഈ മാനുഷികമായ രൂപത്തെ കണ്ടിട്ട്, തവ സൗമ്യം ജനാർദ്ദന, ഹേ ജനാർദ്ദന, നിന്റെ സൗമ്യമായ മാനുഷിക രൂപത്തെ കണ്ടിട്ട്, ഇദാനീം അസ്മി സംവൃത്തഃ സചേതാ പ്രകൃതിം ഗതഃ, ഇപ്പോൾ ഞാൻ എന്റെ സ്വതസിദ്ധമായ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മൾ സാധാരണ പറയാറില്ലേ, ഞാൻ നോർമലൈസ്ഡ് ആയി എന്ന്. ആ ഭയങ്കരമായ രൂപത്തെ കണ്ടതിന് ശേഷം ശ്രീകൃഷ്ണന്റെ മാനുഷികമായ രൂപത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുനൻ സ്റ്റെബിലൈസ്ഡ് ആയി, മെന്റലി സൈക്കോളജിക്കലി അദ്ദേഹം നോർമൽ സ്റ്റാറ്റസിലേക്ക് വന്നു എന്ന് അർജുനൻ തന്നെ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. ഇനി ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നു, സുദുർദർശമിതം രൂപം ദൃഷ്ടവാനസി യന്മമ, ഈ രൂപം പോലും യഥാർത്ഥത്തില് സാധാരണക്കാർക്ക് കാണുവാൻ സാധ്യമല്ല. ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ, ദേവന്മാര് പോലും, ദേവാ അപി ദേവന്മാര് പോലും അസ്യ രൂപസ്യ, ഈ ഈശ്വരീയമായ രൂപത്തില് നിത്യം ദർശനകാംക്ഷിണഃ, എന്നെ നിത്യവും കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് പോലും സുദുർദർശമിതം രൂപം, അവർക്ക് പോലും എളുപ്പത്തിൽ കാണുവാൻ പറ്റുന്ന രൂപമല്ല ഈ രൂപം. നാ അഹം വേദൈർന തപസ ന ദാനേന ന ചേയയാ, വേദം പഠിച്ചതുകൊണ്ട്, തപസ്സുകൊണ്ട്, ദാനങ്ങൾ കൊണ്ട്, അതുപോലെ യജ്ഞം നിർവഹിച്ചതുകൊണ്ട്, ശക്യ ഏവം വിധോ ദൃഷ്ടും ദൃഷ്ടവാനസി മാം യഥാ, നീ എന്നെ കണ്ടവനാണെങ്കിൽ പോലും ഈ രീതിയിൽ ഒന്നും തന്നെ എന്നെ കാണുവാൻ സാധ്യമല്ല. എത്ര ദാനം ചെയ്ത വ്യക്തിയാണെങ്കിലും, തപസ് ചെയ്ത വ്യക്തിയാണെങ്കിലും, വേദം പഠിച്ച വ്യക്തിയാണെങ്കിലും
അതുപോലെയുള്ള യജ്ഞഹവിസ്സുകൾ അർപ്പിച്ച വ്യക്തിയാണെങ്കിലും ഏവം വിധോ ദൃഷ്ടും ഇപ്രകാരത്തിലുള്ള രൂപം കാണുവാൻ അവർക്കും സാധ്യമല്ല. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോ അർജുന. ഏവം വിധോ അഹം, ഇപ്രകാരത്തിലുള്ള എന്നെ ഹേ അർജുന നിനക്ക് ത്വനന്യയ നീ അല്ലാണ്ട് മറ്റൊരുവനും ഭക്ത്യാ ശക്തിയ ഭക്തിപൂർവമല്ലാതെ എന്റെ മുമ്പിൽ വരുന്ന മറ്റൊരുവനും കാണുവാൻ സാധ്യമല്ല. ജ്ഞാതും ദൃഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തപ. ഹേ പരന്തപ, ഹേ അർജുന, ഈ രൂപം ജ്ഞാതും അറിയുവാനോ ദൃഷ്ടും കാണുവാനോ ച തത്വേന പ്രവേഷ്ടും താത്വികമായ അറിവോടുകൂടി ആ രൂപത്തിന്റെ പാതാരവിന്ദങ്ങളിൽ പ്രവേശിക്കുവാനോ ഭക്തിയില്ലാതെ സാധ്യമേ അല്ല. ഭക്തിയുടെ നിരന്തരമായ നിറകുടമായി ഇതിനു ശേഷം മാത്രമേ ഒരു സാധകനായി ഈ എന്റെ രൂപം കാണുവാൻ നിനക്ക് സാധിക്കുകയുള്ളൂ. മനുഷ്യലോകത്തിൽ ജനിച്ച ആർക്കും സാധിക്കുകയുള്ളൂ. മത് കർമ്മകൃത് മത് പരമ മത് ഭക്ത സംഘവർജിത. ഞാൻ അനുഷ്ഠിക്കുവാൻ ഉപദേശിക്കുന്ന കർമ്മം ചെയ്യുന്നവൻ ആരാണോ, എല്ലാം ഞാനാണെന്ന് വ്യക്തമായി ബോധത്തോടുകൂടി അറിയുന്നവൻ ആരാണോ, എന്നിൽ ഭക്തിയുള്ളവൻ ആരാണോ, സംഘവർജിത കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച്ഡ് ഉള്ളവനായിട്ട് ആരാണോ, നിർവൈര ആരോടും ശത്രുത്വം ഇല്ലാത്തവൻ ആരാണോ, സർവഭൂതേഷു യഹ സമാമേതി പാണ്ഡവ സർവചരാചരങ്ങളുടെയും ശക്തി ഞാനാണെന്ന് അറിയുന്നവൻ ആരാണോ അവന് മാത്രമേ എന്നെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വരൂപത്തിൽ നിന്ന് സാധാരണ രൂപത്തിലേക്ക് വന്ന ശ്രീകൃഷ്ണന്റെ മുമ്പില് അത്യുജ്വലമായ സംതൃപ്തിയോടുകൂടി ചാരിതാർത്ഥ്യത്തോടുകൂടി അർജുനനോടൊപ്പം ഞാനും നിങ്ങളും നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് ഭഗവത്ഗീതയിലെ 11ാമത്തെ അധ്യായമായ വിശ്വരൂപത്തിലൂടെ യൂണിവേഴ്സൽ പേഴ്സണാലിറ്റി എന്ന ആധുനിക ശാസ്ത്രം പറയുന്ന ആ രൂപത്തെ കാണുവാൻ സാധിച്ചത്, വിവരിക്കുവാൻ സാധിച്ചത്. അത് കേൾക്കുകയും അത് വിവരിക്കുകയും ചെയ്യുന്നത് തന്നെ ശാസ്ത്രീയമായിട്ട് പുണ്യമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ വിശ്വരൂപ ദർശനയോഗോ നാമ 11ാധ്യായഃ.